നമസ്കാരം. യോഗനാഥൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മോത്തി. പ്രധാന വാർത്ത. കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും വൻ സ്വർണ്ണവേട്ട. 2 യാത്രക്കാരിൽ നിന്നുമായി 1 കോടിയിലേറെ രൂപയുടെ സ്വർണ്ണ മിശ്രിതമാണ് കസ്റ്റംസ് പിടികൂടിയത്. മലപ്പുറം അമരമ്പലം സ്വദേശി പനോലൻ നവാസ്, കോഴിക്കോട് ചെങ്ങോട്ടുകാവ് സ്വദേശി മേത്തര നിസാർ എന്നിവരിൽ നിന്നുമാണ് സ്വർണം കണ്ടെത്തിയത്. നവാസിൽ നിന്നും 1056 ഗ്രാം സ്വർണവും നിസാറിൽ നിന്ന് 1060 ഗ്രാം സ്വർണവുമാണ് പിടിച്ചത്. ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. ചൈനയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യം ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അദനോം ഗെബ്രിയേസസ്. ചൈനയിലെ നിലവിലെ സാഹചര്യം ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ്. ചൈനയിൽ വാക്സിനേഷൻ പ്രക്രിയ എത്രയും വേഗത്തിലാകണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് ജാഗ്രതാ നിർദ്ദേശം. രാജ്യത്ത് ഒമിക്രോൺ BF7 രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കി. എല്ലാവരും വായും മൂക്കും മൂടത്തക്ക വിധം മാസ്ക് ധരിക്കണം. രോഗലക്ഷണമുള്ളവർ ഉറപ്പായും കോവിഡ് പരിശോധന നടത്തണം. പുതിയ വകഭേദങ്ങളെ നിരീക്ഷിക്കാൻ ജനിതക ശ്രേണീകരണം ശക്തിപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട്. സീറോ ബഫർ സോൺ റിപ്പോർട്ടും പരിസ്ഥിതി ലോല പ്രദേശത്തിന്റെ ഭൂപടവും സർക്കാർ പ്രസിദ്ധീകരിച്ചു. 2021 കേന്ദ്രത്തിന് സംസ്ഥാനം നൽകിയ റിപ്പോർട്ട് സർക്കാർ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. ജനവാസ മേഖലകളെ ബഫർ സോണിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഭൂപടത്തിൽ താമസ സ്ഥലം വയലറ്റ് നിറത്തിലും പരിസ്ഥിതി ലോല മേഖല പിങ്ക് നിറത്തിലുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്ന് 84,483 പേരാണ് ദർശനത്തിന് ബുക്ക് ചെയ്തിരിക്കുന്നത്. മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കർപ്പൂരാഴി ഘോഷയാത്ര ഇന്ന് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം സന്നിധാനത്ത് നടക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ വകയായാണ് കർപ്പൂരാഴി. ക്ഷേത്ര തന്ത്രി കണ്ഠരര് രാജീവര് കർപ്പൂരാഴിക്ക് അഗ്നി പകരും. കേരളത്തിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ ഇന്നു മുതൽ. ക്രിസ്മസ് പുതുവത്സര സീസണിൽ കേരളത്തിലേക്ക് പുതിയതായി അനുവദിച്ച ദക്ഷിണ റെയിൽവേയുടെ പുതിയ ട്രെയിനുകൾ ഇന്നു മുതൽ ഓടിത്തുടങ്ങും. 17 ട്രെയിനുകളാണ് ഇന്നു മുതൽ സർവീസ് ആരംഭിക്കുന്നത്. ഇന്ന് ആരംഭിക്കുന്ന സർവീസ് 2023 ജനുവരി 2 വരെ ഉണ്ടാകും. ഇന്ന് രാത്രി 11 മുതൽ രാവിലെ 5 വരെ താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. കൂറ്റൻ ട്രക്കുകൾ താമരശ്ശേരി ചുരം കയറുന്നതിനാലാണ് നിരോധനം. കർണാടകയിലെ നഞ്ചങ്കോടുള്ള ഫാക്ടറിയിലേക്കുള്ള മെഷീനുകളാണ് ട്രക്കിൽ കൊണ്ടുപോകുന്നത്. അടിവാരം മുതൽ ചുരം വഴി വയനാട് ജില്ലയിലേക്കും തിരിച്ചും പോകേണ്ട വാഹനങ്ങൾ ബദൽ സംവിധാനം സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തിരുവനന്തപുരം പാറശാലയിൽ യുവാവിന് വെട്ടേറ്റു. പാറശാല പരശുവയ്ക്കലിൽ മഹേഷ് എന്നയാൾക്കാണ് വെട്ടേറ്റത്. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് സൂചന. ഇന്നലെ രാത്രിയോടെ 2 പേർ ചേർന്ന് മഹേഷിന്റെ തലയ്ക്ക് കല്ലുകൊണ്ടിടിക്കുകയും വെട്ടി പരിക്കേൽപ്പിക്കുകയും ആയിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ മഹേഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. CPM തറവേലയ്ക്ക് IAS ഉദ്യോഗസ്ഥ കൂട്ടുനിൽക്കുന്നത് ഗുരുതര ചട്ടലംഘനം. എറണാകുളം കളക്ടർക്കെതിരെ രൂക്ഷ വിമർശനവുമായി K. സുരേന്ദ്രൻ. ദീനദയാൽ ഉപാധ്യായ ഗ്രാമീണ കൗശൽ യോജന എന്ന കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി എറണാകുളം ജില്ലയിൽ നടത്തുന്ന തൊഴിൽ മേളയുടെ നോട്ടീസിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കിയതിനെതിരെയാണ് K. സുരേന്ദ്രൻ രംഗത്തെത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് ഇത്. പ്രധാനമന്ത്രിയുടെ ചിത്രം ചേർക്കാതിരിക്കുന്നതിന് കാരണം കളക്ടറുടെ രാഷ്ട്രീയമാണോ മുഖ്യമന്ത്രിയോടുള്ള പേടിയാണോ എന്ന് K. സുരേന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചു. വരുന്ന IPL സീസണിലേക്കുള്ള താരലേലം നാളെ കൊച്ചിയിൽ നടക്കും. ഇതാദ്യമായാണ് കൊച്ചി താരലേലത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. മിനി ലേലമാകും കൊച്ചിയിൽ നടക്കുക. കഴിഞ്ഞ സീസണിൽ 90 കോടി രൂപയായിരുന്നു ആകെ ചെലവഴിക്കാവുന്ന തുക. ഇത്തവണ ഇത് 95 കോടിയാകും. ഓസ്ട്രേലിയയിൽ നിന്നാണ് ഏറ്റവും അധികം താരങ്ങൾ ലേലത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.